വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതവും നമുക്ക് ദൈവത്തോട് ചേർന്ന് ആരംഭിക്കാം. ഇന്നത്തെ വായനഭാഗം സദൃശവാക്യങ്ങൾ 25 മുതൽ 28 വരെ. ഇന്നത്തെ കുറിവാക്യം സദൃശവാക്യങ്ങൾ 25 അധ്യായം 28 വാക്യം. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക അഥവാ ജ്ഞാനം രൂപപ്പെടുത്തുന്ന ജീവിതം എന്നതാണ് ഇന്നത്തെ വായന ഭാഗത്ത് നാം കാണുന്നത്. യഥാർത്ഥ ജ്ഞാനം അറിവിൽ മാത്രമല്ല, ജീവിതത്തിൽ പ്രകടമാകുന്ന സ്വഭാവത്തിലാണ്. അതിനാൽ ആത്മനിയന്ത്രണം, വിനയം, നല്ല ബന്ധങ്ങൾ, സത്യസന്ധത, ദൈവഭയം എന്നിവയാണ് ഒരു ജ്ഞാനിയുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ. 25 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ആളുകൾ ശലോമോന്റെ വചനങ്ങളിൽ നിന്ന് സമാഹരിച്ച് എടുത്തിട്ടുള്ളവയാണ്. അതിനാൽ ഇവ വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നേതൃത്വത്തിനുമെല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. അവയിൽ ചിലത് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട്, വിനയം ഉയർച്ചയിലേക്ക് നയിക്കുന്നു. സദൃശവാക്യങ്ങൾ 25 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവം ഏറ്റവും വിലമതിക്കുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് വിനയം. സ്വയം ഉയർത്തുവാൻ ശ്രമിക്കുന്ന വ്യക്തി അവസാനം അപമാനിതനാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് വിനയത്തോടെ ജീവിക്കുന്നവനെ ദൈവം തൻ്റെ സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. അതിന് ഉത്തമ ഉദാഹരണമാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം. ദൈവപുത്രനായിരുന്നിട്ടും ദാസനായി അനുസരണയോടെ ജീവിക്കുകയും ക്രൂശുമരണത്തോളം വിനയവും താഴ്മയും ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കുകയും ചെയ്തു. അതിനാൽ യേശുക്രിസ്തു ദൈവത്താൽ ഉയർത്തപ്പെട്ടു. നമുക്ക് ഫിലിപ്പിയ ലേഖനം 2 അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. വിനയം ദൈവകൃപയെ ആകർഷിക്കുന്നു. സദൃശവാക്യങ്ങൾ 27 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നത് പോലെ, മറ്റൊരു വ്യക്തി നമ്മെ പ്രശംസിച്ചാലും സ്വയം പ്രശംസ അരുത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ വിനയം എന്ന മൂല്യം വളർത്തുവാൻ നമുക്ക് സാധിക്കുമോ? ഇത് കുടുംബത്തിലും നേതൃത്വത്തിനും ഏറ്റവും മഹത്തരമായ ഒരു ശ്രേഷ്ഠതയാണ്. രണ്ടാമതായിട്ട്, ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുവാൻ സഹായിക്കുന്നു. സദൃശവാക്യങ്ങൾ 25 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ നമുക്കതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. പുരാതന കാലത്ത് ഒരു പട്ടണത്തിൻ്റെ സുരക്ഷ എന്നത് അതിൻ്റെ മതിൽ ആയിരുന്നു. മതിലില്ലാത്ത പട്ടണം ശത്രുക്കളുടെ ആക്രമണത്തിന് പെട്ടെന്ന് ഇരയായിത്തീരും. ഇത്തരത്തിൽ ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തികളും കോപത്തിനും മോഹങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും തെറ്റായ തീരുമാനങ്ങൾക്കുമെല്ലാം പെട്ടെന്ന് വശംവദരായിത്തീരും എന്ന് തിരുവചനം പറയുന്നു. അതിനാൽ ആത്മനിയന്ത്രണം എന്നത് വികാരങ്ങളെയും വാക്കുകളെയും ആഗ്രഹങ്ങളെയും എല്ലാം ദൈവഹിതത്തിനനുസരിച്ച് നിയന്ത്രിക്കുന്നതാണ്. അതൊരു ബലഹീനതയല്ല, പിന്നെയോ യഥാർത്ഥ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെട്ടവയുമാണ്. അതിനാൽ പ്രതികരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. നമുക്ക് പലപ്പോഴും സാധിക്കാത്തതായ ഒരു കാര്യമാണത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് കീഴടങ്ങി ജീവിക്കുവാൻ നാം ഏവരും തയ്യാറാകുക. എൻ്റെ ജീവിതം പരിശുദ്ധാത്മാ നിയന്ത്രണത്തിന് കീഴിലാണോ എന്ന് ശോധന ചെയ്തുകൊണ്ട് വിനയത്തോടെ ആത്മനിയന്ത്രണത്തോടെ നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ ലോകത്തിൽ ജീവിക്കുവാൻ സ്വർഗീയമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. വിനയത്തോടും പരിശുദ്ധാത്മാ നിറവോടും കൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കേൾക്കണമേ. ആമേൻ.